ബാംഗ്ലൂരുവിൽ സംഘപരിവാർ പ്രവർത്തകർ മലയാളി യുവാവിനെ തല്ലിക്കൊന്ന സംഭവത്തിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്ത്. കൊല്ലപ്പെട്ട യുവാവ് പാകിസ്ഥാനെന്ന് വിളിച്ച് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിവന്നെന്നാണ് ആരോപണം. യുവാവിന് നേരെ ആൾക്കൂട്ടം തിരിഞ്ഞെന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഷ്റഫിനെ വീണിടത്ത് വെച്ച് ആൾക്കൂട്ടം ചവിട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറഞ്ഞു. ഇന്നലെയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് മംഗളൂരു കുടുപ്പിലെ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 25-ലധികം പേരാണ് അഷ്റഫിനെ മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപിച്ച് കുടുപ്പു സ്വദേശി സച്ചിനാണ് ആക്രമണം തുടങ്ങിയത്. പിന്നീട് ക്രിക്കറ്റ് കളിക്കാനും കളി കാണാനും എത്തിയവരും കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു. യുവാവിന് നേരെ ആൾക്കൂട്ടം തിരിഞ്ഞെന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഷ്റഫിനെ വീണിടത്ത് വെച്ച് ആൾക്കൂട്ടം ചവിട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറഞ്ഞു. നാട്ടുകാർ ചിലർ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ മർദ്ദനം തുടരുകയായിരുന്നുവെന്നാണ് വിവരം. പ്രാദേശിക ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സ്ഥലത്താണ് ഞെട്ടിക്കുന്ന ഈ കൊലപാതകം നടന്നത്. ക്രിക്കറ്റ് കളി കാണാൻ എത്തിയവരിൽ പലരും സമാന മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ അത് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. അഷ്റഫ് പഠിക്കുന്ന കാലം മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നതിൽ ഇപ്പോഴും വ്യക്തത കുറവുണ്ട്. അഷ്റഫ് ഏതെങ്കിലും പ്രശ്നമുണ്ടാക്കിയതായി മുൻകാല അനുഭവങ്ങളില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൃതദേഹം മലപ്പുറം പറപ്പൂർ ചോലക്കുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. Don't worry മോനെ, ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി മണി. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.